ഹലോ മുത്തുമണി, എന്തൊക്കെ പാട്? സുഖല്ലേ? ഇവിടെ കുറച്ച് സുഖക്കേടുണ്ട്, വേറെ ഒന്നുമില്ല. നല്ല ചൂടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം രാവിലെ 7:30 മണിയാണ്. ഈ 7:30 മണിക്കര നല്ല കഠിന ചൂടാണ്. ഗൾഫ് കൺട്രീസ് മൊത്തത്തിൽ നല്ല ഹെവി ചൂടാന്ന് പറഞ്ഞു കേട്ടോ. സഹിക്കാൻ പറ്റാത്ത ചൂടാ ഇപ്പൊ തന്നെ. ഏകദേശം ജൂൺ ലാസ്റ്റ് ആവാനായി. ഇനി ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേന് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ചൂടേക്ക് കേട്ടോ. കാരണം ഇവിടെ പുറത്തൊക്കെ ജോലി ചെയ്യണവരെ കാര്യം പറയേ വേണ്ട. ഗൾഫ് കൺട്രീസിന്റെ കാര്യം ഭയങ്കര അടങ്ങറാവും കേട്ടോ. കാരണം പ്രവാസികൾക്ക് ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേന് ഭയങ്കര ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയാണ്, നല്ല മഴയായിട്ട് വെള്ളമൊക്കെ കയറിയിട്ട് അങ്ങനെ ഒരു സാഹചര്യം. എന്നിരുന്നാലും വെള്ളം കയറുന്നതും മഴയൊക്കെ ബുദ്ധിമുട്ടാണ്, അതേപോലെ തന്നെയാണ് ചൂടും. കാരണം നമ്മൾ പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് തളരുന്ന ടൈമാട്ടോ. കാരണം 13-12 മണിക്കൂറൊക്കെ ജോലി ചെയ്യണ പെട്ടെന്ന് എന്താ പറയുക, ആകെ ക്ഷീണിച്ചു പോകും. എത്ര വെള്ളം കുടിച്ചാലും, നമ്മളൊരു വെള്ളം കുടിച്ചാൽ അത് ഏത് വഴിയിലൂടെ പോകണമെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു ചൂടാട്ടോ, നുണ പറയല്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു ഇവിടെ വന്ന് അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയാലട്ടോ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിയുള്ളൂ. പിന്നെ ഈ ചൂട് ടൈമിലാണ് ഇവിടെ ഈത്തപ്പഴം പഴുക്കാറ് കേട്ടോ. ഈത്തപ്പഴം പഴുക്കാറാണ്. ഇപ്പോൾ ഈത്തപ്പഴം പഴുക്കാനായില്ല. ഇപ്പോൾ ഈത്തപ്പഴം ഒരു കായൊക്കെ ആയിട്ട് പച്ച കളറാണ്. ചില ഇടത്തൊക്കെ പഴുത്തുക കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേറൊരു എന്താ പറയുക, ഒരു ചെറിയൊരു മരത്തുമ്പോൾ ഈത്തപ്പഴം നല്ല കോലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ കണ്ടില്ല നിങ്ങൾ, ഇതൊരു ചെറിയ മരട്ടോ, ഈത്തപ്പഴം മരം. പക്ഷെ നിങ്ങളിത് കണ്ടില്ലേ, കണ്ടമാന ഈത്തപ്പഴം ഉണ്ട് കേട്ടോ. പച്ച ഈത്തപ്പഴമാണ്. ഇപ്പം ഏകദേശം നല്ല വലുതായിക്കണം. പക്ഷെ എന്താ വെച്ചാൽ പഴുത്തിട്ടില്ല. പഴുക്കണമെങ്കിൽ ഏകദേശം ഒരു ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് ഫസ്റ്റ് ഒക്കെ ആകുമ്പോൾ നല്ല പഴുക്കും. ഇപ്പം ഈ കാണുന്ന പച്ച കളർ, ഒരു മഞ്ഞ കളർ, ചുവപ്പ് കളർ, ആ രീതിയിലാവും കേട്ടോ. ഞാനിവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. ഇവിടുത്തെ വീടിൻ്റെ ഒരു രീതി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവല്ലോ, സെൻസൈഡൊക്കെ ഉണ്ടാവുമല്ലോ വീടിന്. നമ്മളെ വെള്ളമൊക്കെ വീട്ടിൻ്റെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള പരിപാടിയൊക്കെ ഉണ്ടാവില്ല. ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. സൺസൈഡ് ഉണ്ടാവില്ല വീടിനൊന്നിനും. അത് ഗൾഫ് കൺട്രീസിൽ മൊത്തത്തിലുണ്ട് തോന്നിക്ക് വലിയ ഒരു അറിവില്ല. പക്ഷെ ഞാൻ ഇവിടെ കണ്ടുകൊണ്ട് പറഞ്ഞാണ് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള വീടുകളാട്ടോ ഇവിടുത്തെ. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ മാങ്ങ അങ്ങനെയുള്ള ഒരുപാട് കൃഷികളുണ്ട് കേട്ടോ. ഒമാനെ സംബന്ധിച്ച് അങ്ങനെ സംഭവമുണ്ട്. കാരണം എല്ലാതരം നമ്മുടെ നാട്ടിലത്തെ പോലെ കൃഷികളുണ്ട്. ഒരുപാട് പച്ചക്കറികളും മറ്റേ ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ഒരുപാട് അങ്ങനെയുള്ള കൃഷികളുണ്ട് കേട്ടോ. അത് വലിയ സംഭവമാണ്. നമ്മുടെ നാട്ടിലത്തെ അതേ സിസ്റ്റം. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടു നിൽക്കാൻ നമുക്ക് ഒരിക്കലും തോന്നൂല കേട്ടോ. അതിൽ ഒന്നും പറയാതെ വയ്യ കേട്ടോ. നമ്മളോട് പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ അതേ ഒരു രീതിയിലുള്ള കൃഷി കണ്ടില്ലേ. വാഴയാണ് കേട്ടോ. വാഴ ഉണ്ട്. പിന്നെ അപ്പുറത്ത് നമ്മുടെ നാട്ടിലത്തെ പോലെ മാവ് മൂച്ചിയുണ്ട്. ഇതൊക്കെ ഈത്തപ്പഴം തോട്ടങ്ങളാട്ടോ. നിങ്ങൾ കാണില്ലേ അപ്പുറത്ത് വീടൊക്കെ കണ്ടെങ്കിൽ ഒന്നിനും സെൻസൈഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളിയുള്ള വീട്, നല്ല രസമുള്ള വീട് കേട്ടോ. ഒരുപാട് മോഡൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്താ വെച്ചാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാനൊക്കെ. ഇത് അപ്പുറത്ത് ഫുട്ബോളിൻ്റെ ഗ്രൗണ്ടാണ്. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണാൻ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ, നമ്മുടെ മുരിങ്ങയില്ലേ, മുരിങ്ങ മരം കേട്ടോ. അതിനുള്ള മുരിങ്ങാക്കായൊക്കെ ഫുള്ള് ഉണങ്ങിയിട്ട് കേട്ടോ. കണ്ടില്ല നിങ്ങൾ, ഫുള്ള് അങ്ങനത്തെ ചൂട് കാരണം, അങ്ങനത്തെ ചൂടാണ്. കാരണം എല്ലാവരും കണ്ടില്ലേ ആകെയുണ്ട് വേർത്തിട്ട്. കാണണ്ടോ നിങ്ങൾക്കറിയില്ല. നല്ല പെരുംചൂടാണ്, സഹിക്കാൻ പറ്റില്ല. കാരണം AC ഇല്ലാതെ ഇവിടെ നടക്കൂല കേട്ടോ. ഭയങ്കര അടങ്ങാറാ. എന്തായാലും നമ്മളെ പ്രവാസികളെയും നാട്ടിലുള്ളവരൊക്കെ കാത്ത് രക്ഷിക്കട്ടെ. കാരണം നാട്ടിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ. കാരണം നാട്ടിലിപ്പോൾ മഴയെന്ന് പറഞ്ഞാലും നല്ല ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട്. കാരണം വെള്ളമൊക്കെ കയറ്റി ഒരുപാട് ആൾക്കാർ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ. കാരണം ജോലിക്കൊന്നും പോകാൻ പറ്റില്ല കാരണം അതിന് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ടു. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഈ ചൂട് കൂടുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും തീപിടുത്തം വരും. അങ്ങനെ പ്രശ്നമുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലത്തെ സിസ്റ്റം അല്ല. പിന്നെ കഴിഞ്ഞ കൊല്ലം എന്ന് പറയുമ്പോൾ നല്ല മഴ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, നല്ല മഴ ഉണ്ടായിരുന്നു. ഇവിടെ വെള്ളം കയറിയിട്ട് ഏകദേശം ഒരുപാട് ആൾക്കാർ മരിച്ചിട്ട്, ഒരുപാട് വാഹനങ്ങൾ തകർന്ന്, ഒരുപാട് ബിൽഡിങ്ങുകൾ തകർന്ന്, അതുപോലെ എന്താ പറയുക ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു. അതുപോലുള്ള ഒരു കാരണം ഇവിടെ പെട്ടെന്ന് വെള്ളം കയറും. കാരണം ഇത് കടലായിരുന്നു പണ്ട്. ആ കടൽ നികത്തി ഉണ്ടാക്കിയൊരു രാജ്യമാണ് ഒമാൻ. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല മഴ പെയ്യാൻ പറ്റില്ല. നല്ല മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളം കയറും, ഫുൾ വെള്ളത്തിലാവും. ഒരുപാട് ആൾക്കാർ മരണപ്പെടും, ഒരുപാട് നാശനഷ്ടങ്ങൾ. കാരണം 2 വട്ടം അതിന് എന്താ പറയുക സാക്ഷ്യം വഹിച്ചത്. കാരണം ഞാനിവിടെ വന്നിട്ട് ഏകദേശം 4.5 വർഷമായി. ഈ 4.5 വർഷത്തിനുള്ളിൽ ഞാനിവിടെ രണ്ടോളം വെള്ളപ്പൊക്കം കണ്ടിട്ടുണ്ടോ. കാരണം അങ്ങനെയുള്ളൊരു രാജ്യം കൂടിയാണ്. പെട്ടെന്ന് വെള്ളം കയറും. നമ്മുടെ നാട്ടിലത്തെ പോലത്തുള്ള ടർഫാണ് ഇത്. വലിയ
ടർഫാണ്. 11s ഒക്കെ കളിക്കുന്ന ടർഫാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ 7s കളിക്കുന്ന ഒരു ടർഫ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ പെരുന്നാളിനൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഈ ഗ്രൗണ്ട്. അതുപോലെ അപ്പുറത്തുള്ള ഗ്രൗണ്ടിലാണ് ഞാൻ ഫോട്ടോസും വീഡിയോസും ഞങ്ങൾ എടുക്കാൻ ചെല്ലാറ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തൊരു എന്താണ് ഒരു സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി വൈബ്. കാരണം നമ്മൾ ഒരാൾക്ക് ഒരു ശല്യമില്ലാത്ത രീതിയിലുള്ള നമുക്കൊരു ശല്യമില്ലാത്ത രീതിയിലുള്ള ഒരു സ്ഥലം കേട്ടോ. പ്രത്യേകിച്ച് ഒമ്മാൻ. കാരണം ഒരുപാട് ശബ്ദ മലിനീകരണങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് ജീവിക്കാൻ സുഖം. കാരണം ഒരുപാട് ചെലവുകൾ വരില്ല. നമുക്കൊരു നമുക്കൊരു ലൈഫ് ഒരു മിതമായിട്ട് കൊണ്ടുപോകട്ടെ. മറ്റേ ദുബായിത്തെ പോലെ ഒരുപാട് ചെലവും കാര്യങ്ങളും നമുക്കിവിടെ വരില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെന്താ പറയുക വെച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും. എന്നാലും അൽഹംദുലില്ലാ റാഹത്താണ്. നമ്മുടെ ജോലിയിലൊക്കെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ വരട്ടെ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ ചെറിയ കാര്യം ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ഞാൻ റൂമിൽ ഇരുത്തുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ പുറത്തുള്ള വീഡിയോസ് ഒന്നും ഇല്ല. കാരണം അങ്ങനെ പോകാൻ പറ്റും. കാരണം ഡ്യൂട്ടി ടൈം ഇനി വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ടയേർഡാണ്. ഇനി ഉറങ്ങി ഏകദേശം 3 മണിയാകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഇനി ഉറക്കമൊക്കെ ബുദ്ധിമുട്ടാവും. പിന്നെ അധികം വീഡിയോസ് ഇപ്പോൾ കാണിച്ചു തരാമില്ല. എൻ്റെ പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നെഗറ്റീവോ പോസിറ്റീവോ എന്തായാലും നിങ്ങൾ അഭിപ്രായം എഴുതണം. കാരണം നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോഴോ നമുക്ക് വീഡിയോസ് ഉഷാറാക്കാനോ ഞങ്ങൾ മാറ്റങ്ങൾ വരുത്താനോ പറ്റുള്ളൂ. അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.